كانت سرابا صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാവങ്ങളെയും അല്ലാഹു പൊരുത്തപ്പെട്ട് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ, തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒളിഞ്ഞും തെളിഞ്ഞും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി മാനസികമായ സകലമായ വേദനകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു അതിൽ നിന്നെല്ലാം നമ്മളെ കരകയറ്റുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്ക് പൂർണ്ണമായ ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. പെട്ടെന്നുള്ള രോഗം, ആകസ്മികമായി സംഭവിക്കുന്ന അത്യാഹിതങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മയും നമ്മുടെ അഹ്ലുകാരെയും മക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു വന്നു ഓതിയ ആയത്ത്, അതിന്റെ വിശദീകരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജ. സൂറത്ത് കാഹളത്തിൽ ഊതപ്പെടുമ്പോ പല വിഭാഗങ്ങളായി അവരെ അങ്ങോട്ടേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എല്ലാവരും ഇങ്ങനെ വരും. അപ്പൊ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ 10 വിഭാഗം ആളുകളെ കുറിച്ച് നബി തങ്ങൾ പറയുന്നത്. യുഹ്ശറു നാസു മിൻ ഉമ്മത്തി യൗമൽ ഖിയാമത്തി അലാ 10 അസ്നാഫ്. എന്റെ ഉമ്മത്തികളിൽ നിന്ന് 10 വിഭാഗം ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അഷ്താത്തൻ, അതൊരു പല കോലത്തിലാണ്, പല രീതിയിലും പല ഭാഗത്തും പല കോലത്തിലുമാണ്. ഖദ് മയ്യസഹുമുല്ലാഹു മിൻ ജമാഅത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ സംഘത്തിൽ നിന്ന് ആ വിഭാഗത്തെ വേർതിരിച്ചു നിർത്തും അല്ലാഹു തആല. ഖദ് സവ്വറഹും, അവരുടെ രൂപം, ഖദ് ബദ്ദല സുവറഹും, അവരുടെ രൂപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിമറിക്കും. അതാണ് ഈ ഹദീസിന്റെ തുടക്കം. അവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഫഅമ്മല്ലദീന, ഒന്നാമത്തെ വിഭാഗം, ഫമിൻഹും അലാ സൂറത്തിൽ ഖിറദതി, കുരങ്ങിന്റെ കോലത്തിൽ ഒരു വിഭാഗം ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആരാണവർ? ഫഅമ്മല്ലദീന അലാ സൂറത്തിൽ ഖിറദതി ഫഹുമുല്ലദീന ഖത്താത്തുൻ. കുരങ്ങന്റെ കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ ഏഷണി, ദൂഷണം, ഗീബത്ത്, നമീമത്ത് പറഞ്ഞ് നടക്കുന്നവരാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അതാണ് അതിന്റെ കഴിഞ്ഞ ആഴ്ച അതിന്റെ ഗൗരവത്തോടു കൂടി പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു സത്യം അതാണ്. നമ്മളൊക്കെ സംസ്കാരമുള്ളവരായി മാറണമെങ്കിൽ ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ തന്നെയാണ്. നമ്മളൊക്കെ സംസ്കരിക്കപ്പെടേണ്ടവരാണ്. നമ്മുടെ നാവുകള്, കണ്ണുകള്, കാതുകള്, ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം മാക്സിമം. ഫത്തഖുല്ലാഹ മസ്തതഅതും. ഇപ്പൊ ഔലിയാക്കള് സൂക്ഷിച്ചതുപോലെ, അമ്പിയാക്കള് സൂക്ഷിച്ചതുപോലെ ഒന്നും നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. എങ്കിൽ തന്നെയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളില്, ആവശ്യമില്ലാത്ത സഭകളില്, ആവശ്യമില്ലാത്ത സംഘങ്ങളില് നമ്മൾ സംസാരിക്കാൻ പോകരുത്. മാക്സിമം നമ്മൾ ഒഴിവാക്കുക. നമ്മളിപ്പോ ആരെയും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാനോ അതൊന്നും പറയാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റൂല. നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്.
ഇന്ന് ഇതൊക്കെ നമ്മളിന്ന് പുറത്തോട്ട് പോയി ആരോടെങ്കിലും ഈ വാക്കുകളോ ഹദീസുകളോ സംസാരിക്കുകയോ ചെയ്താൽ പറയും, ഓ ഇപ്പൊ എല്ലാവരും ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ആരും സ്വർഗത്തിൽ പോകില്ല, എല്ലാവരും കുരങ്ങന്മാരായിരിക്കും എന്ന് പറയും. സ്വാഭാവികമായിട്ട് ആളുകൾ അതിനെ പരിഹസിക്കും. ദീനിന്റെ വിഷയമാണ്, ഹദീസിന്റെ വിഷയമാണ്. ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വിവരമില്ലാത്തവന്റെ അടുക്കലൊക്കെ പോയി പറയുമ്പോൾ, എന്നാ പിന്നെ ആരാ നല്ലവരായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, ആരാ വിത്തിനെ പറയാത്തത്, ആരാ ഗീബത്ത് പറയാത്തത്, ആരാ നമീമത്ത് പറയാത്തത്, എന്നാ എല്ലാവരും കുരങ്ങന്മാർ തന്നെ. അപ്പൊ ഹദീസിനെയാണ് തള്ളി പറയുന്നത്. ഖുർആൻ കൊണ്ട് വ്യക്തമായ കാര്യമാണ്, ഖുർആൻ കൊണ്ട് വ്യക്തമായ കാര്യമാണ്. ഒരാളെ കുറിച്ചും അയുഹിബ്ബു അഹദുക്കും അയ്യഅകുല ലഹ്മ അഖീഹി മൈത, അയുഹിബ്ബു അഹദുക്കും അയ്യഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമു. നിങ്ങളൊരു സഹോദരന്റെ പച്ച മാംസം തിന്നാൻ, ആ പച്ച ഇറച്ചി അല്ലെങ്കിൽ ശവം തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഫകരിഹ്തുമു, നിങ്ങൾ അതിനെ എതിർക്കും, നിങ്ങൾ അതിനെ നിരസിക്കും, നിങ്ങൾ അതിനെ വെറുക്കും. ഒരു പച്ച മാംസമാകട്ടെ ചത്ത മാംസമാകട്ടെ തിന്നാൻ നമ്മൾ തയ്യാറാവൂല. എന്നാൽ ഒരാളെ കുറിച്ച് നമ്മൾ ഗീബത്ത് പറയുന്നത് അതിന് തുല്യമാണെന്നാണ് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നരകത്തിന്റെ അതിർത്തിയിൽ നിർത്തിയിട്ട് നോക്കാൻ പറഞ്ഞപ്പോ അതിലേക്ക് നോക്കി. കുറെ ആളുകൾ അതിൽ കിടന്ന് ത്യാഗങ്ങൾ അനുഭവിക്കുന്നു. ആരാണ് ജിബ്രീൽ? ഹഉലാഇ മിൻ ഉമ്മത്തിക്, ഇത് നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, നിങ്ങളുടെ സമുദായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ ലഹും അൽഫാറും മിൻ നുഹാസിൻ, അവരുടെ മുഖങ്ങൾ ചെമ്പുകളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തി മാറ്റിമറിച്ചിരിക്കുന്നു. അവരുടെ മുഖങ്ങൾ ചെമ്പുകളാണ്. ആ ചെമ്പ് കോലത്തിലുള്ള മുഖങ്ങൾ കൊണ്ട് യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും, മുഖവും നെഞ്ചും ശരീരവും സ്വമേധയ മാന്തി മറിക്കുകയാണ്, മാന്തി പറിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അവരുടെ നിലവിളിയും അവരുടെ ഭീകര രൂപങ്ങളും അവരുടെ വേദനകളും അട്ടഹാസങ്ങളും കണ്ടിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, മൻ ഹൗലാ യാ ജിബ്രീൽ, മൻ ഹൗലാ, ആരാണ് ഈ കൂട്ടർ? ഇത്രത്തോളം സ്വമേധയാ തന്റെ ശരീരത്തെ കീറിമുറിച്ചു കൊണ്ട് കഴിയുന്നവർ. ഹൗലാഇൽ ഖത്താബ്, ഖത്താബ്, ഹൗലാഇൽ ഖത്താബ് الذين يأكلون لحوم الناس الذين يأكلون لحوم الناس ويقعون في أعراضهم. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു കൊടുത്തു, ജനങ്ങളുടെ പച്ച ഇറച്ചി തിന്നുകയും അന്തസ്സും അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന സഹോദരന്റെ മാനം കവർന്നെടുക്കാൻ വേണ്ടി ദുനിയാവിൽ പണിയെടുത്തവനുമാണ്. ചിന്തിച്ചോളി സുഹൃത്തുക്കളെ, നമ്മളൊരാളുടെ ഒക്കെ ഒരു ഫോട്ടോ രഹസ്യമായിട്ട് എടുക്കുമ്പോൾ അവന്റെ അനുവാദമില്ലാതെ ഏത് കാര്യമാണെങ്കിലും സാർ ഒരു ഫോട്ടോ എടുത്തോട്ടെ ചോദിച്ചിട്ടെടുക്കാവും. ഒരു പെണ്ണുമായിട്ട് ചിലപ്പോൾ വേറെ ഒരു പെണ്ണ് വേറെ ആയിരിക്കും, ആണ് വേറെ ആയിരിക്കും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ബസ്സിലായാലും ഹോട്ടലിലായാലും മാളുകളിലായാലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലായാലും ആണും പെണ്ണും ഒക്കെ ചിലപ്പോൾ മിംഗ്ലിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഉസ്താദ് ഒരു പെണ്ണെടുത്ത് പോയിരിക്കും, ആ ഫോട്ടോ എടുക്കും പെട്ടെന്ന്. അല്ലെങ്കിൽ ആ പെണ്ണിനെ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാനും ഈ കൈ എടുത്ത് അവളുടെ തോളിൽ ഇട്ട് വെക്കാനൊക്കെ സംവിധാനം ഉണ്ട് ഇന്നത്തെ കാലത്ത്. വലത് കൈ കൊണ്ട് കുടിക്കുന്നത് ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതായിട്ട് മാറ്റാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇന്നത്തെ സാഹചര്യമാണ്. ഒരാളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടുള്ള പണിയാണ്, ഒരാളെ നാണം കെടുത്താനാണ്, അപമാനിക്കാനാണ്. ഇവന്റെ പണി ദുനിയാവിൽ ഇതായിരുന്നു. ഇവന്റെ ഉള്ള ശിക്ഷ എന്താണ്? നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്, നരകത്തിൽ കണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഇവർ നാളെ അനുഭവിക്കാൻ പോകുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല. നരകം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊന്നും വലിയ നരകം. ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മാബാ ലാബിസീന ഫീഹാ അഹ്ഖാബാ. നരകം പ്രതീക്ഷിച്ചിരിക്കുകയാണ്, വാ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ലിത്വാഗീന മാബാ, അഹങ്കാരികള്, തമ്മാടികള്, ദുനിയാവിൽ അഹങ്കരിച്ചവര്, അല്ലാഹയെ ധിക്കരിച്ചവര്, ജനങ്ങളെ നാണം കെടുത്തിയവര്, അപമാനിച്ചവര്, അവരുടെ സങ്കേതം ലാബിസീന ഫീഹാ അഹ്ഖാബാ,
യുഗങ്ങളോളം ആ നരകത്തിൽ അവർ കഴിയേണ്ടി വരും അത്രേ. അല്ലാഹുവേ കാക്കണ റബ്ബേ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ വഅഇദ്നാ മിനന്നാർ. നരകത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. യുഗങ്ങളോളം അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. കണ്ടോ, നിങ്ങൾക്കൊരു തണുപ്പോ ഒരു തണുത്ത വെള്ളമോ അല്ലാത്ത വെള്ളമോ പാനീയമോ കുടിക്കാൻ നിങ്ങൾക്ക് കിട്ടൂല. ലാ യദൂഖൂന, അവർ രുചിക്കുകയില്ല. ഫീഹാ, ആ നരകത്തിൽ ബർദൻ വലാ ശറാബാ. അല്ലാഹു അക്ബർ. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ഇല്ലാ ഹമീമൻ വഗസ്സാഖാ. തീച്ചൂളയിലെ വെന്തുരുകപ്പെട്ട നരക യാതന അനുഭവിച്ചവരുടെ ചീഞ്ചലങ്ങൾ തിളപ്പിച്ച് മറിച്ചതും തിളച്ച വെള്ളങ്ങളുമാണ് അവർക്ക് നൽകപ്പെടുക. നഊദു ബില്ലാഹ്. പടച്ചവനെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിത് കണ്ടപ്പോൾ ജിബ്രീലിനോട് പറഞ്ഞു, മതി ജിബ്രീലെ, ഇനി വിവരിക്കണ്ട കേട്ടോ, നിർത്തണേ ജിബ്രീലെ, എനിക്കിത് താങ്ങാൻ കഴിവില്ല ജിബ്രീൽ. സഹിക്കാൻ പറ്റൂ നമുക്ക് നരകം എന്നൊക്കെ പറയുമ്പോ. കാരണം ഇപ്പൊ നമ്മൾ സ്വർഗത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ നരകമോ വേദനയോ ത്യാഗങ്ങളോ ഒന്നും അനുഭവിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഇച്ചിരി AC കട്ടായി പോയി, എന്തൊരു ത്യാഗം. ഫാനില്ല, ഫാനും വർക്ക് ചെയ്യുന്നില്ല, AC-യും വർക്ക് ചെയ്യുന്നില്ല. ഇന്ന് ജുമാ ഇച്ചിരി താമസിച്ചു പോയി, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഉദാഹരണം. അപ്പൊ അത് എത്ര മിനിറ്റ്? ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് സംഭവിച്ചു. ഇത് യുഗങ്ങളോളം കിടക്കണം ഈ തീച്ചുളയില്. ആരും വരില്ല, പരാതി പറയാൻ പോലും കേൾക്കാൻ പോലും ഒരാൾ വരില്ല. അനുഭവിച്ചേ പറ്റൂ. ചെറിയ കാര്യമല്ല. ഇതുകൊണ്ടാണ് ഈ നരകവും സ്വർഗവും ഒക്കെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് കാവൽ തേടിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞത്. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ 3 പ്രാവശ്യം പറയണമെന്ന് നബി പഠിപ്പിച്ച അതിനാണ്. ചെറിയ കാര്യമല്ല. ഖുത്ബയില് എല്ലാ ഖുത്ബയിലും അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അജിർനാ മിനന്നാർ, അജിർനാ മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ് എന്ന് പറയുന്നത് വെറുതെയാണോ? 3 പ്രാവശ്യം ഒരാൾ ഹൃദയസ്പൃഹയോടുകൂടി ആത്മാർത്ഥമായിട്ട് നരകത്തിൽ നിന്ന് യാചന തേടിയാൽ നരകം അല്ലാഹുവിനോട് പറയും, അത്രേ, അല്ലാഹുവേ ആ ചങ്ങാതിയെ നരകത്തിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുത്താം. അവന്റെ കരച്ചിൽ കേട്ടാല് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അവനെ അങ്ങോട്ട് ഒഴിവാക്കി വിട അല്ലാഹ്. ഇത് നരകം പോലും അപേക്ഷിക്കുമെന്ന് ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓർക്കട്ടെ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ ഇതൊക്കെ നോക്കി കരഞ്ഞത്. അപ്പൊ ഭൗതികമായ ലോകത്ത് നമ്മൾ ചെയ്യുന്ന പണിയാണ്. ഒരാളുടെ അഭിമാനം, അതിന് ക്ഷതമുണ്ടാകരുത്. ഒരാളുടെ ഒരു ന്യൂനത കണ്ടെങ്കിൽ അത് നമ്മളായിട്ട് മറയ്ക്കണം പോയിട്ട്. അതാണ് ഒരു മുഅ്മിന്റെ അടയാളം. അവനെ ഉപദേശിച്ച് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. എല്ലാവന്റെ അഭിമാനം നഷ്ടപ്പെടുത്താനാണ് നമ്മൾ പരിശ്രമിക്കുന്നതെങ്കിൽ ആഖിറത്തിൽ അവന്റെ ശിക്ഷ ഇതാണെന്ന് വളരെ വ്യക്തമായ ഹദീസാണ്. വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളി, നമുക്കതേ പറയാനുള്ളൂ. മാത്രമല്ല ദുനിയാവിലെ ശിക്ഷയുണ്ട്, ഖബറിനകത്തും അവർക്ക് ശിക്ഷ ഉറപ്പാണ്. ഖബറിന്റെ ശിക്ഷ ആർക്ക് എപ്പോൾ ഏത് സമയം എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അഭിപ്രായ വ്യത്യാസമില്ലാത്ത 2 കാര്യം: ഒന്ന്, ഗീബത്ത് പറയുന്നവർക്ക് ഉറപ്പാണ്; 2, മൂത്രം സൂക്ഷിക്കാത്തവർക്ക് ഉറപ്പാണ്. ഈ 2 പേർക്ക് ഖബറിന്റെ ശിക്ഷ ഉറപ്പാണ്. അത് നബി തങ്ങൾ ഈ 2 പേരുടെ ശിക്ഷ നേരിട്ട് കണ്ടിട്ടാണ് ഈ മടൽ ഓടിച്ച് അവിടെ വെച്ചത്. ഇപ്പൊ രാവിലെ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ നിന്നും ഇരുന്നും ഒക്കെ മൂത്രമൊഴിക്കുന്നവർക്ക് നല്ലപോലെ ശ്രദ്ധിച്ചോളൂ. ധൃതി പിടിക്കാതെ, വെപ്രാളപ്പെടാതെ, സാവകാശം പരിപൂർണമായി നമ്മൾ മൂത്രം പോയി എന്ന് ഉറപ്പ് വന്നിട്ടല്ലാതെ കണ്ട് ഒളിവിലേക്ക് കിടക്കരുത്. അല്ല ചാടി പിടിച്ച് ഓടിപ്പോട്ട് മൂത്രമൊഴിച്ചിട്ട് വന്നിട്ട് നിസ്കരിച്ച് ഒരു തുള്ളി എങ്ങാനും വന്നാൽ തീർന്ന സംഭവം. ആഖിറത്തിൽ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നഊദു ബില്ലാഹ്, പടച്ചോൻ കാക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കണ്ടതാണ് ഒരു സഹാബിയെ ഖബറിൽ വേദനിപ്പിക്കുന്നത്. ഈ മൂത്രത്തിന്റെ സൂക്ഷ്മത കുറഞ്ഞു പോയതിന്റെ പേര്. ഈ 2 പേർക്ക് ഉറപ്പാണ് ശിക്ഷ ഖബറിൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ കണ്ട സംഭവം ഇതാണ്: والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. ഒരു സത്യവിശ്വാസിയെ
അവൻ ചെയ്യാത്ത പ്രവർത്തനം അവന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് അവനെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ അവൻ വല്ലാണ്ട് അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും. കാരണം അവനെ വ്യക്തമായ നിലയിൽ ആരോപിക്കുകയാണ് ചെയ്തത് എങ്കിൽ ഇത് ഗീബത്ത്, നമീമത്ത്, ഏഷണി, ദൂഷണത്തിൽ പെടുന്ന കാര്യമാണ്. വല്ലദീന യുഹൂദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഗൈരി മക്തസബു, അവൻ ചെയ്യാത്തതിന്റെ പേരിൽ ഒരു സത്യവിശ്വാസിനെ വേദനിപ്പിച്ചാൽ ഫഖദ് ഇഹ്തമലൂ ഇസ്മാ വബുഹ്താനം മുബീനാ, വലിയ പാവത്തിൽ അവൻ വീണുപോയി. ഏറ്റവും വലിയ പാവത്തിൽ അവൻ വീണുപോയി, പെട്ടുപോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് കേവലം ദുനിയാവിലെ ഒരു ചെറിയ സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ഒരാളെ കളിയാക്കുന്നത്, അപമാനിക്കുന്നത്, ഒരാളെ കുറിച്ച് ഗീബത്ത് പറയുന്നത്. പക്ഷെ അനുഭവിക്കേണ്ടത് ആഖിറത്തിലാണ്. ആഖിറ ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ സൂക്ഷിക്കും, ഇല്ലെങ്കിൽ യാ അല്ലാഹ്, യുവർ ചോയ്സ്, ഇഷ്ടം. അപ്പൊ ഇങ്ങനെയുള്ള വിഭാഗത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് കുരങ്ങന്മാരുടെ കോലത്തിലാണ്. അപ്പൊ മൈശറിലേക്ക് വരുമ്പോ തന്നെ മലക്കറിയാം ആ കുരങ്ങന്റെ പണി ഇതായിരുന്നു ദുനിയാവില്. മലക്കൊക്കെ തന്നെ അറിയാം, എല്ലാം ആ എംബ്ലം വെച്ചോണ്ടാ വരിക. അപ്പൊ കറക്റ്റ് അറിയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഓരോ എംബ്ലം, ഇവിടുത്തെ എംപ്ലോയീസുകളൊക്കെ അവരുടെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതിലെ എംബ്ലങ്ങളൊക്കെ വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് അകത്തോട്ട് കയറുക. സെക്രട്ടറി പോകുമ്പോ ഇതിന്നാളാന്നറിയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകുമ്പോ ഓരോരുത്തർക്കും ഒരു എംബ്ലം ഉണ്ടല്ലോ. ഇന്തോനേഷ്യക്കാരാണ്, മലേഷ്യക്കാരാണ്, ഇന്ത്യക്കാരാണ്, പെട്ടെന്ന് അറിയാൻ പറ്റും. ഓരോരുത്തർക്ക് ഫ്ലാഗ്, നമുക്കൊരു കൊടിയുണ്ട്, ഇന്ത്യക്കാർക്ക് ഒരു കൊടിയുണ്ട്, പാകിസ്ഥാനിന് കൊടിയുണ്ട്, ബംഗ്ലാദേശിന് കൊടിയുണ്ട്, അമേരിക്ക കൊടിയുണ്ട്, അന്താരാഷ്ട്ര ഓരോരുത്തർക്കും കൊടിയുണ്ട്. അത് വെച്ച് മനസ്സിലാക്കി ഇന്ന കൊടിയാണ്, ഇന്ന ആൾക്കാരാണ്, പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അവരുടെ ആ കോലത്തിലും അപ്പൊ മനസ്സിലാവും ഇന്ന വിഭാഗമാണ് ആ വരുന്നത്. അതിനനുസരിച്ച് നേരെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പണിയാണിത്. ചുമ്മാ എനിക്ക് ടൈം കിട്ടുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കും. ദിക്റിയല്ലപ്പാ, കുറച്ച് ദിക്റിയല്ലേ, ഇസ്തിഗ്ഫാർ. സ്വർഗ്ഗത്തിലെ കുറച്ച് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. തസ്ബീഹ് ഉരുട്ടും, ഫിത്നയും പറയും, ഉരുട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും, അവന്റെ ഫിത്നയും പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ ഈ സംഭവം പറയുന്നത് അറിയില്ല. സംഭവം ഇങ്ങനെ മണിയും കിടുക്ക് നടിച്ചോണ്ടിരിക്കും, ഫിത്നയും പറഞ്ഞുകൊണ്ടിരിക്കും. ഉമ്മമാര്, താത്താമാര് അവള് ചെയ്യുന്നത് ശരിയാണെന്ന്, അതെ സുബ്ഹാനല്ലാഹ്. എന്റെ അല്ലാഹ്, എന്തിനായി റബ്ബിനെ കളിയാക്കാൻ പോണം? എന്റെ ഉമ്മ, എന്റെ പെങ്ങളെ എന്തിനായി കളിയാക്കാൻ പോണം? ഇതാണ് ഞാൻ നേരത്തെ ഒരു ആയത്ത് ഓതി, സാലിഹായ അമലും മോശമായ അമലും കൂടെ കൂട്ടിച്ചേർത്ത്, നല്ല വെള്ളവും മോശം വെള്ളവും കൂടെ ചേർത്തിട്ട്, ചൂടുവെള്ളം പച്ചവെള്ളം കൂടെ ചേർത്ത് കുടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നല്ല വെള്ളം വരുന്നു, മോശമായ വെള്ളം കൂടെ ചേർന്ന് വരും. അല്ലാഹു അക്ബർ. നല്ലതിന്റെ കൂടെ മോശം ചേർത്ത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മാക്സിമം അവരവര് സൂക്ഷിക്കും. എനിക്കതേ പറയാനുള്ളൂ. ആരെങ്കിലും ഫിത്നയും പ്രസാദം പറയുന്നവന്റെ ഇടയ്ക്ക് പോയി നിൽക്കരുത്. ചെവി കോർത്ത് കേൾക്കും ഈ കളവ് പറയുന്നത്. അവിടെ നിൽക്കുന്നത് ഇങ്ങനെ ചിലർ പറയും പാമ്പിന്റെ ചെവിയാന്ന് പറയും. പാമ്പിന് ചെവിയില്ലല്ലോ. പറയുന്നിടത്ത് എന്താ, പാമ്പിന് ഇങ്ങനെ അറിയാൻ പറ്റുക, അവിടെ ഉണ്ട് ആളുകൾ അനക്കറിയാൻ പറ്റും. അപ്പൊ അത്ര ക്ലിയർ ആകുന്ന പോലെ ഇവന്റെ പാമ്പിന്റെ ചെവിയാ ദുആ നിൽക്കുന്നത്. അവൻ ഇങ്ങനെ നിന്നാ മതിയോ, നോക്കുമ്പോൾ കിബിലയ്ക്ക് നേരെ ദുആ ചെയ്യുന്ന പോലൊക്കെ തോന്നും. പക്ഷെ അവന്റെ ചെവി ഇങ്ങോട്ടാണ്. ഒറ്റ ക്ലിയർ ആക്കി എടുക്കാൻ. ഇവനെ കുറിച്ച് അല്ലാഹു പറയണേ, അവൻ പറയുന്ന കള്ളത്തരം കേൾക്കാൻ വേണ്ടിട്ട് അവൻ ചെവി കൊടുക്കുന്നവനാണെന്ന്. ദുനിയാവിലും ആഖിറത്തിലും ഇവൻ ശിക്ഷിക്കപ്പെടുമെന്നാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കേൾക്കുകയേ ചെയ്യരുത്. നമ്മൾ പറയില്ല എനിക്ക് എന്റെ പണി, നിങ്ങൾക്ക് നിങ്ങളുടെ പണി. സലാമുൻ അലൈക ലാ നബ്തഗിൽ ജാഹിലീൻ. ജാഹിലീങ്ങളുമായിട്ടുള്ള ബന്ധം എനിക്കില്ല. മഅസ്സലാം. യാ അല്ലാഹ്, അടിച്ചുവിട്ട് പോയേക്കണം. ഒരു കാര്യങ്ങൾ ഇനി അവനെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് വിഷയം മാറ്റി നല്ലതിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തെ കോല അത്. തങ്ങൾ പറഞ്ഞു, രണ്ടാമതൊരു വിഭാഗത്തെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് കൊണ്ടുവരുന്നത് അലാ സൂറത്തിൽ ഖനാസീർ. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പന്നികളുടെ രൂപത്തിലാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അല്ലാഹു അക്ബർ. അല്ലാഹു പോലും ഇഷ്ടപ്പെടാത്ത ഒരു ജീവിയാണ് ഈ പന്നി.
ആ പന്നിയുടെ കോലത്തില് ആരെയാണ് കാഫിരീങ്ങളെ നല്ല കേട്ടോ, മുസ്ലിം ജമാഅത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന രംഗമാണ്. അത് മയ്യസഹും മിൻ ജമാഅത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നത് പന്നിയുടെ കോലത്തിലാണ്. പന്നിയുടെ കോലത്തിൽ ഉയർത്തപ്പെടുന്നവർ ആരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറയുകയാണ്. വഹും അഹ്ലുസ്സുഹ്തി വൽ മക്സി, ഹറാമായ ഭക്ഷണം കഴിക്കുന്നവരാണ്, ഹറാമായ സമ്പാദ്യം, ഹറാമായ മുതല് വാദിച്ച് അവനിൽ നിന്ന് പിടിച്ചു പറിച്ച് സ്വന്തം ധനവുമായി ചേർത്ത് വെക്കുന്നവരാണ്. അവരെ നാളെ ആഖിറത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് പന്നിയുടെ കോലത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. 10 രൂപയ്ക്ക് വേണ്ടി, 1 സെന്റ് ഭൂമിക്ക് വേണ്ടി, 1 തരി മണ്ണിന് വേണ്ടി, 1 സ്ക്വയർ ഫീറ്റിന് വേണ്ടി വാദപ്രതിവാദം നടത്തും. അഡ്വക്കേറ്റിനെ സമീപിച്ച് ലക്ഷങ്ങൾ അവർക്ക് കൊടുത്തിട്ട് അത് നിങ്ങൾ എനിക്ക് സ്വന്തമാക്കി തന്നാൽ അതിന്റെ കാൽഭാഗം നിങ്ങൾക്ക് തരാം. വലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ വതുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാം ലിതഅകുലൂ ഫരീഖം മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മ വഅൻതും തഅലമൂൻ. നിങ്ങൾക്കറിയാം ഇതെന്റെ സ്വത്തല്ല, എന്റെ സമ്പത്തല്ല, ഇത് എന്റെ അനിയന്റേതാണ്, ജ്യേഷ്ഠന്റേതാണ്, അവരുടേതാണെന്ന് വ്യക്തമായിട്ട് നിനക്കറിയാം. ഇതെനിക്ക് അർഹതപ്പെട്ട സ്വത്തല്ല. പക്ഷേ അവർ ബലഹീനരാണ്, എതിർ വിഭാഗം ബലഹീനരാണ്, അവർക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. കള്ള ആധാരം ഉണ്ടാക്കി, കള്ള ഏതെങ്കിലും പേപ്പർ ഉണ്ടാക്കി, ഏതെങ്കിലും അധികാരി വർഗങ്ങളെ സ്വാധീനിപ്പിച്ചുകൊണ്ട്, ഏതെങ്കിലും വക്കീലന്മാരെ സ്വാധീനിച്ച് അവർക്ക് കുറെ പണം കൊടുത്തിട്ട് അവരുടെ ഹക്കിലുള്ള സമ്പത്ത് സ്വന്തമാക്കാൻ ആര് ശ്രമിക്കുന്നുവോ അവർ നാളെ പന്നിയുടെ കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ. അതാണ് ഖുർആന്റെ സൂറത്തുൽ ബഖറ. ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന വാക്കതാണ്. വലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിഷിദ്ധമായ സമ്പത്തിനോടൊപ്പം നിങ്ങളുടെ സമ്പത്ത് കൂട്ടിയിണക്കി നീ തിന്നരുത് കേട്ടോ. വതുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാം. നീ അധികാരികളെ സമീപിക്കരുത്, നീ അധികാരികളെ സമീപിക്കരുത്. ലിതഅകുലൂ ഫരീഖം മിൻ അംവാലിൻ നാസ് ബിൽ ഇസ്മ. എതിർ വിഭാഗത്തിന്റെ അടുത്തവന്റെ സ്വത്ത് നിന്റെ സ്വത്തുമായി കൂട്ടിച്ചേർക്കാൻ വാദപ്രതിവാദം നടത്തി കേസുണ്ടാക്കി അതിനുവേണ്ടി നീ പണിയെടുക്കരുത് കേട്ടോ. വഅൻതും തഅലമൂ, നീ അറിഞ്ഞോണ്ട്. നമ്മുടെ പണി മൊത്തം അതല്ലേ, ഇന്നത്തെ പണി മൊത്തം അതല്ലേ, അവന്റെ അമ്മടയിലേക്കാക്കുക. സ്വന്തം ഭൂമിയിൽ വാടകയ്ക്കിരിക്കുന്നവൻ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാ പോവൂല. എന്തൊരു പരിപാടി ഇത് ദുനിയാവിൽ. അവൻ 10 ലക്ഷം കൊടുത്ത് 10 ലക്ഷം അഡ്വാൻസ് തന്നു, ശരി ഒരു 15 എനിക്ക് നീ പോവൂല, 25 ലക്ഷം വേണം. ഇതെന്ത് നിയമം? ഇന്നത്തെ നിയമം അങ്ങനെയാണ്. പണിയെടുക്കാതെ നോക്കുകൂലി മേടിക്കുക, എന്ത് നിയമം? പണിയെടുക്കൂല, നമ്മൾ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിഞ്ഞോ, ആ കൊണ്ടു 5000. എന്താ ഇത്? ഇവനൊക്കെ പോയിട്ട് ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് വല്ല പ്ലാൻ ഉണ്ടോ? ഒരു 500 രൂപയ്ക്ക് വേണ്ടി, ഒരു 100 രൂപയ്ക്ക് വേണ്ടി നരകത്തിന്റെ തീക്കുണ്ടാരം വിലക്ക് വാങ്ങല്ലേ? ആ പാവപ്പെട്ടവൻ പിരാവി കൊടുക്കുമ്പോ നിന്റെ അണ്ണാക്കി കൊണ്ട് തുടങ്ങട്ടെ പണ്ടാര അടങ്ങാൻ എന്നും പറഞ്ഞാ കൊടുക്കുക. ഈ പിരാവി എവിടുന്നേ കൊടുക്കുന്നു? ദുനിയാവിലും അവന് ഇടങ്ങേറ്. ഇങ്ങനെയുള്ളവരുടെയൊക്കെ വീടുകൾ കണ്ടണ്ട, ജീവിതത്തിൽ ഒരു നല്ല വീടുമില്ല. എന്നാ ദിവസം തോറും 4000-3000 രൂപ ഒക്കെ ഇങ്ങനെ ഈ മരം വെട്ടുകാര് മരത്തെ കയറുന്നവർ ഇതുപോലെ. എന്താ ഒരു മരത്തിൽ കയറുന്ന 4000 വാങ്ങും, ഒരു ദിവസം 3 മരത്തിലേക്ക് കയറിയ 12,000 റുപ്യാണ് ഒരു ദിവസം. ഒരു മാസം അവന്റെ കണക്ക് നോക്കിയാൽ 3 ലക്ഷം റുപ്യ ശമ്പള. വീട്ടിൽ പോയി നോക്കും, തൊഴുത്തിനേക്കാളും കിടങ്ങാറ്. നമ്മള് പരിശോധിച്ച് നോക്കി, ഇത് കൊടുക്കുന്നത് വെറുതെയാണോ? ചെയ്യുന്ന ജോലിക്കല്ല, അതിനേക്കാളും കൂടുതലോട്ട് മേടിക്കല്ലേ? ഓരോരുത്തരുടെ അവസ്ഥകള്, ഒരു ബർക്കത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് ആരുടെ ഹലാലായ മുതൽ നിന്റെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ട് നീ തന്നാലല്ലാതെ നീ വാങ്ങരുത്, ഉപയോഗിക്കരുത്. വാങ്ങരുത്, ഉപയോഗിക്കരുത്. ഫഅഹ്ലുസ് സുഹ്ത് വൽ മക്സ് ഹുവ അല്ലദീ അഖ്ദു അംവാലിൻ നാസ് ളുൽമൻ. അതാണ് മക്സ് എന്ന് പറഞ്ഞാല് ഒരാളുടെ സ്വത്ത് ളുൽമ്, അനർഹമായിട്ട് പിടിച്ചു വാങ്ങി ഇവന്റെ സ്വത്തുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുക.
മന്നാളെ പന്നിയുടെ കോലത്തിലാ വരിക, പന്നിയുടെ കോലത്തിലാ വരിക. وترى كثيرا من الناس يسارعون بالإثم والعدوان وأكلهم السحت. എത്രയോ പേരെ നബിയെ നിങ്ങൾ കാണുന്നില്ലേ? എത്ര പേരാണ് അതിക്രമത്താലും അധർമ്മത്താലും അഹങ്കാരത്താലും ഹറാമായ ഭക്ഷണം വാങ്ങുന്നതിലും അത് സമ്പാദിക്കുന്നതിലും കഴിക്കുന്നതിലും വ്യഗ്രത കാണിക്കുന്ന എത്രയോ പേരെ നിങ്ങൾ കാണുന്നില്ലേ? എന്തേ നിങ്ങൾ അവരെ വിളിച്ച് ഉപദേശിച്ചു കൊടുക്കാത്തത്? എത്ര മോശമായ പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ അൻ ഖൗലിഹിമുൽ ഇസ്മ. അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെ പണ്ഡിതന്മാർ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അല്ലാഹ് ചോദിക്കാണ്, എന്നോടടക്കം ചോദിക്കാണ്, ഞാൻ അടക്കമുള്ളവരോട് ചോദിക്കാണ്. നിനക്കറിയാം അവൻ ചെയ്യുന്നത് ഹറാമാണെന്ന് നിനക്കറിയാം. നമ്മൾ പറയണം, നമ്മുടെ ജോലിയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മൾ പറയണം, നമ്മുടെ ബാധ്യതയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് കാസർഗോഡ് പ്രസംഗിക്കാൻ പോയപ്പോ ഒരു സഹോദരന്റെ ബെൻസിൽ കയറിയിരുന്നു. വലിയ വണ്ടിയാണ്. എത്ര രൂപ? 1.5 കോടി രൂപ. ആഹാ, പൈസ കൊടുത്തോ? ഇല്ല ഉസ്താദ്, കുറച്ചു കൊടുത്ത് ബാക്കി. ഞാൻ പറഞ്ഞത് ഹറാമാണെന്ന് പറഞ്ഞു. ഹറാമാണ്. കാരണം നമ്മളെ പോലെ നിങ്ങളെ ഹറാമിലേക്ക് കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടു. വീണ്ടും ഉസ്താദ്, എനിക്ക് അന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടി. എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് വിറ്റ് ഇത് ഇടപാട് തീർക്കാൻ വേണ്ടി. അൽഹംദുലില്ലാഹ് ഉപദേശിക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? എനിക്ക് അന്ന് പറഞ്ഞതിന് ശേഷം എന്നിട്ട് അവര് പറയാണ്, ഒരുപാട് ഉസ്താദന്മാർ കയറിയിട്ടുണ്ട്, ഒരുപാട് തങ്ങന്മാരൊക്കെ നമ്മുടെ കൂടെ കയറി. ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഉസ്താദ് ഇത്ര കയറുമായിട്ട് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര എന്തോ ഉറക്കത്തിലൊക്കെ ഇതാ ഓർമ്മ. വണ്ടി കാണുമ്പോൾ എനിക്ക് അതാണ് ടെൻഷൻ. അപ്പൊ എനിക്ക് സന്തോഷമായി, അൽഹംദുലില്ലാഹ്. പതമറിന് കുറച്ച് സ്ഥലമുണ്ട്, സമ്പന്നനാണ്, എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് വിറ്റിട്ട് ഇൻഷാ അല്ലാഹ് ഇത് എത്രയും പെട്ടെന്ന് തീർക്കണം, വിൽക്കാനെന്ന് ഉസ്താദ് ദ്വാരക്കണം. അത് ഖൈർ, അൽഹംദുലില്ലാഹ്. നല്ല നിയ്യത്ത് അല്ലാഹ് എളുപ്പമായി കൊടുക്കും. പക്ഷെ നമുക്കതൊരു നിസാരമായിട്ട് കണ്ണ്. ഇന്നത്തെ ഈ കാലത്ത് ഇതൊക്കെ എടുത്തേ പറ്റുള്ളൂ, ലോൺ എടുത്തേ പറ്റുള്ളൂ, ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെയാ പറയുന്നത്. ആയിക്കോട്ടെ, നിങ്ങളുടെ മസല. ഞാൻ മറ്റൊരു സഹോദരനോട് ചോദിച്ചു, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ഒരു വീട് വെക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ലോൺ എടുക്കും ഉസ്താദ്. അതൊക്കെ ഹറാമല്ലേ, പലിശ കൊടുക്കണം, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഉസ്താദ്. ഇന്നത്തെ 5 നിസ്കാരമുള്ള ആളാ, ഇബാദത്തുള്ള ആളാ, നമസ്കാരമുള്ള ആളാ. അദ്ദേഹം സർവ്വസാധാരണ പറയാം, അത് കുഴപ്പമില്ല, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്യാതെ പറ്റൂല. പോയില്ലേ, ഇബാദത്തിട്ട് കാര്യമുണ്ടോ? ഈ ഹറാം സമ്പാദിക്കുന്നതും തിന്നുന്നതും കൊണ്ട് എന്താ സംഭവം അറിയോ? അദമു ഖുബൂലി അമലിഹി വ ദുആഇഹി. അവന്റെ ദുആയും അവന്റെ ഈ അമലുകളും മാഫി ഫായിദ, സ്വീകരിക്കൂല. ഖുർആൻ പറഞ്ഞ വാക്കാണ്, ഹദീസാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? ഈ ജുമുഅക്ക് വരുന്നത്, ഈ ജമാഅത്ത് വരുന്നത് എന്തിനാണ്? അഹ്ലുസ്സുഹത്തുകാരായിട്ട് ഇങ്ങോട്ട് വരരുത്. അപ്പോൾ നിങ്ങൾ പറയും, ഓ ഇതൊക്കെ സൂക്ഷിക്കുന്ന ആരാ, ഇതൊക്കെ നോക്കുന്ന ആരാ? ഇങ്ങനെയാണ് നമ്മുടെ ഒരു സംസ്കാരം. നമ്മൾ എന്തെങ്കിലും ഒരു ദീനിന്റെ കാര്യം പറഞ്ഞാല്, എടാ അത് തെറ്റാണല്ലോ, എന്നാൽ ശരിയല്ലല്ലോ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇതാരാ ഇതിൽ നിന്നൊന്നും കാലത്ത് ഒഴിവാക്കുന്നത്? ഉസ്താദിനെ നോക്കിയാൽ ഉസ്താദിന്റെ വണ്ടി ചിലപ്പോൾ CC ആയിരിക്കും, ഉസ്താദിന്റെ വീട് ചിലപ്പം ഇതെടുത്ത്, ഇങ്ങനെ നമ്മളെ കുറ്റം പറയാണ്. ഞാനടക്കം തെറ്റുകാരനാണെന്ന് നിങ്ങളടുത്ത് പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഹദീസാണ്, ആയത്തുകളാണ്. നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി പറയല്ലേ. ആഖിറത്തിൽ ഈ കോലത്തിൽ വരുമ്പോ അന്ന് ഈ ഉസ്താദന്മാർക്കെതിരെ നിങ്ങൾ പറയും, അയാൾ അവിടെ വന്ന് ഇത്ര വർഷം ജോലിയൊക്കെ ഇതിനെതിരെ ഞങ്ങൾക്ക് ഒരു വാക്ക് സംസാരിച്ചില്ല ഉസ്താദ്. അല്ലാഹ് പിടി അവനെ. റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫളല്ലൂന സബീല. ഞങ്ങളെ പോലുള്ള നേതാക്കന്മാരെ, തങ്ങന്മാരെ, സലാദാത്യങ്ങളെ, സയ്യിദന്മാരെ ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചു, അവരൊക്കെ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു. അല്ലാഹ് റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്. ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് കൊടു. അല്ലാഹ് നമുക്കെതിരെ നാളെ കോടതി കയറിയിട്ട് നിങ്ങൾ പറയും, അവസാനം ഈ വെള്ളിയാഴ്ചത്തെ CD എടുത്ത് അവിടെ ഇടും. അബൂബക്കർ നീ പറഞ്ഞായിരുന്നല്ല, മാറുന്നില്ല. അൽഹംദുലില്ലാഹ്. നമ്മുടെ ബാധ്യതയാണ്, നമ്മൾ ആരെ അടിച്ചേൽപ്പിക്കല്ല. ഈ ഖുർആനും ഹദീസും പറയുന്നതിന്റെ ബാധ്യതയാണ്, ആലിമീങ്ങളുടെ ബാധ്യത. അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമല്ലേ, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ അൻ ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സുഹ്ത് ലബിസ മാ കാനൂ യസ്നഊൻ. ഈ ഹറാമിന്റെ ഭക്ഷണം തിന്ന് സമ്പാദിച്ച് കൂട്ടിയിട്ട് ഉലമാക്കളെ അവരുടെ മഹല്ലത്തിൽ നീ ജോലി ചെയ്തിട്ട് അവരോട് എന്തേ നീ ഉപദേശിക്കാത്തത്? എന്തേ നീ അവർക്ക് മറുപടി കൊടുക്കാത്തത്? എന്തേ നീ താക്കീത് ചെയ്യാത്തത്? സൂറത്തുൽ മാഇദ എടുത്ത് ചോക്കി, സൂറത്തുൽ മാഇദ. ആലിമീങ്ങളെ അല്ലാഹ് ചോദിക്കാണ്, ആലിമീങ്ങളുടെ ഉത്തരവാദിത്തം നബിയെ താക്കീത് ചെയ്തു. വതറാ കസീറൻ മിൻഹും യുസാരിഊന ഫിൽ ഇസ്മി വൽ ഉദ്വാനി വഅക്ലിഹിം
അവർ ഈ ചെയ്യുന്ന തമ്മാടിത്തരം കണ്ടിട്ട്, അവർ ഈ ഹറാമിന്റെ ഭക്ഷണം തിന്നുന്നത് കണ്ടിട്ട്, നബിയെ അതിനുവേണ്ടി അവർ വ്യഗ്രത കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? എന്താ നിങ്ങൾ പറയാത്തത്? അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് ചോദിക്കാണ്. എന്നിട്ട് തൊട്ടടുത്ത ആയത്താണ് ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂൻ വൽ അഹ്ബാർ. റബ്ബാനിയായ ഉലമാക്കൾ, അഹ്ബാറുകൾ, പുരോഹിതന്മാർ എന്തുകൊണ്ട് തടയുന്നില്ല? ഇവരോട് എന്തുകൊണ്ട് പറയുന്നില്ല? അധികം ആളുകൾ നമസ്കാര വിവാദത്തുണ്ട്, പക്ഷെ കല്യാണത്തിനാകട്ടെ, വീടിനാകട്ടെ, വാഹനത്തിനാകട്ടെ, ലോൺ എടുത്ത് പലിശയ്ക്ക് പൈസ അടയ്ക്കുന്നതിനോടൊന്നും അവർക്ക് ഒരു ടെൻഷനേ ഇല്ല. ഞാൻ അധികം ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 5 വഖത്ത് കൃത്യ നിസ്കാരം, വല്ലാഹി സത്യം, ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. ഞാൻ എന്റെ വാക്കല്ല കേട്ടോ. ഇനി അങ്ങനെ നിങ്ങൾക്കൊല്ല മസല ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഏതെങ്കിലും ആലിമീങ്ങൾ പറഞ്ഞു തരുന്നത് അത് ജായിസാണ്, ഹലാലാണ്, അൽഹംദുലില്ലാഹ്, എനിക്കറിയില്ല. അല്ലാഹ് എനിക്ക് ആഖിറത്തിൽ വന്നിട്ട് പറയും. ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും ഇങ്ങനെയാണ്. നിങ്ങൾക്ക് അതിന് വല്ല എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അവന്റെ അമല് സ്വീകരിക്കൂല, അവന്റെ അമല് സ്വീകരിക്കൂല, അവന്റെ ദുആ സ്വീകരിക്കൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ആ അറഫ മൈതാനിയിൽ നിന്നിട്ട് ഭയങ്കരമായൊരു ദുആ ചെയ്ത് പോയതല്ല, പ്രഭാഷണത്തിലൂടെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാളക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. ഒരാളെ നാണം കെടുത്തരുത്, വേദനിപ്പിക്കരുത്, ഒരാളെ അനാവശ്യമായി കൊന്നുകളയരുത്, ഒരാളെ അപമാനിക്കരുത്, ഒരാളുടെ പണം അനാവശ്യമായി തിന്നരുത്. അലാ ഹൽ ബല്ലഗ്തു 1400 വർഷങ്ങൾക്ക് ജബൽ റഹ്മയിൽ വെച്ച് അല്ലാഹു റസൂൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു കേട്ടോ. നീ എത്തിച്ചുകൊട്. ഇവിടെ ആരൊക്കെ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ആ സാക്ഷ്യം വഹിക്കുന്നവരെല്ലാം അവരാൽ നീ ലോകത്തിന്റെ ഭാഗത്ത് നമ്മളെ പോലെ അന്ന് സാക്ഷ്യം വഹിക്കാത്ത ഞങ്ങൾക്ക് ഇന്ന് എത്തിച്ചുകൂടി എന്ന് നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബാക്കൾ അത് എത്തിച്ചു തന്നു നമുക്ക്. അതാണ് ഇന്ന് മെമ്പറുകളിലും മെഹ്റാബുകളിലും ഇന്ന് ജുമാക്ക് വരുന്ന നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് എത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി പ്രവർത്തിക്കേണ്ട ജോലി നമ്മുടെ ജോലിയാണ്, പ്രവർത്തിക്കേണ്ട ജോലി നമ്മുടെ ജോലിയാണ്. ഇന്നല്ലാഹ യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞിട്ട് നമ്മളോട് ഉപദേശിക്കുകയാണ്. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു നല്ലവനാണ്, അവൻ നല്ലത് മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹു തആല സത്യവിശ്വാസികളോട് ഉപദേശിക്കുന്നത് അമ്പിയാക്കളോട്, മുർസലീങ്ങളോട്, പ്രവാചകന്മാരോട് ഉപദേശിച്ച ഉപദേശമാണ് ഉപദേശിക്കുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കേ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ ഇത് കേൾക്കുള്ളൂ, വേറാരും കേൾക്കൂല. മുനാഫിക്കീങ്ങളൊന്നും കേൾക്കൂല. മുസ്ലിമിന്റെ കോലത്തിലുള്ള മുനാഫിക്കുണ്ടല്ലോ, അവൻ കേൾക്കൂല, അവൻ പോയി പണി വെക്കാൻ പറയും. മുഅ്മിനീങ്ങളാണോ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണോ? അന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. മുർസലീങ്ങൾക്ക് അല്ലാഹു തആല ഉപദേശിച്ചതുപോലെ മുഅ്മിനീങ്ങളെ ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശം? യാ അയ്യുഹർ റസൂൽ, ഏ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നല്ലത് തിന്നണേ, വഅമലൂ സാലിഹാ, എങ്കിലേ നീ ചെയ്യുന്ന അമല് ശരിയാവൂ, സാലിഹായ അമല് ചെയ്യണേ. ഇന്നി ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ഉഡായിപ്പിലൂടെ, അഡ്ജസ്റ്റ്മെന്റിലൂടെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അത് കണക്ക് കാണിക്കണ്ടേ, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അപ്പൊ എടുക്കാതിരുന്ന എങ്ങനെ, ഇതൊക്കെ നോക്കാതിരുന്ന എങ്ങനെ, ഇതൊക്കെ നോക്കാതിരിക്കുന്നതിനെ കണക്ക് കാണിക്കണം. നീ നമ്മളേത് പൈസ മേടിക്കുന്നില്ല, നീ എനിക്ക് പിന്നെ കണക്ക് കാണിച്ചാ എന്താ? നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിക്കുന്നുണ്ട്, പിന്നെ നീ കണക്കോട്, ഗവൺമെന്റിന് കൊടു. അത് മാത്രം എന്താ പ്രശ്നം? ഒരു ദോശ തിന്നണമെങ്കിൽ 50 പൈസ കൊടുക്കണം, ഒരു വെള്ളം കുടിക്കണമെങ്കിൽ 25 പൈസ കൊടുക്കണം, ഒരു സമൂസ തിന്നുന്നതിന് 50 പൈസ ടാക്സ് അടയ്ക്കണം. നമ്മൾ സംസം വെള്ളം കുടിക്കുന്നതിന് പോലും ടാക്സ് ഇല്ലാത്ത സംസം വെള്ളത്തിന് പോലും നമ്മൾ ടാക്സ് അടച്ചിട്ടേ ഇന്നത്തെ കാലത്ത് കുടിക്കാൻ പറ്റൂ. ശ്വാസത്തിന് മാത്രം അള്ളാഹുവിന്റെ ശ്വാസമില്ല, ആശുപത്രി പോയാൽ അതിന് ശ്വാസം പൈസ ടാക്സ്. ഒരു ശ്വാസം മേപ്പോട്ട് വലിക്കണമെങ്കിൽ 250 രൂപ, താഴോട്ടാണെങ്കിൽ 220 രൂപ. അങ്ങനെ 2 മാസം കടന്നാൽ ബില്ല് വരും 3,75,000 രൂപ. അടച്ചോ, ശ്വാസം വിട്ടതിന് എവിടെ? അവന്റെ മെഷീനകത്ത് കിടന്ന്. അവസാനം ഹയാത്തോടെ അല്ല, മമാത്തോടെ വന്നോളി, ആംബുലൻസിൽ കയറി കിടന്നു വന്നു. ഇരുന്ന് നടന്നു പോയ ആളാ കിടന്നു വരുന്നു, അതിനും ടാക്സ്. ചുരുക്കി പറഞ്ഞാൽ ശ്വാസം വിടുന്നതിലും പൈസ. പിന്നെ നമ്മൾ കണക്കാണിക്കണം.
കണക്ക് കാണിച്ചേ പറ്റുള്ളൂ. കണക്ക് കാണിച്ച് അങ്ങനെ അലാലായിട്ട് ചെയ്യും, കുറച്ച് ചെയ്താൽ മതി. എന്ത് ഈ ദുനിയാവ് മൊത്തം വാരി കൂട്ടി എവിടെ കൊണ്ടുപോകാനാ? ഈ ദുനിയാവ് മൊത്തവും വാരി കൂട്ടി കൊടാന കോടി സ്വത്തുണ്ട് എവിടെ കൊണ്ടുപോകാനാ? മരിച്ചു പോകുമ്പോ ഈ കാണുന്ന മണ്ണല്ലേ? ബഷീർ കുഴി വെട്ടിത്തരും, അതിനകത്തോട് കിടക്കണ്ടേ? ആ ചെറിയ പന്ന കുഴിക്കകത്ത് അതിനകത്ത് നോക്കുമ്പോൾ വേറെ എല്ലും മുട്ടവും തലയൊട്ടി എല്ലാം കാണും. അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ആ ഉപ്പുപ്പാടെ സൈഡിൽ കിടക്കണം. ആരാ കോടിയുടെ ഉടമസ്ഥൻ? 12 കോടിയുടെ ഉടമ, 50 കോടിയുടെ ഉടമ, 120 കോടിയുടെ ഉടമ. അതല്ലേ കിടക്ക. സാധാ സീത വല്ലപ്പോഴൊക്കെ കവറൊക്കെ പോയി നോക്ക്. പഠിച്ചവനെ ഞാൻ ഉണ്ടാക്കുന്നൊക്കെ എവിടെ കൊണ്ടുപോകാനാണ്? ചിന്തിക്ക്. കുറെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല അബീവേ. നമുക്ക് ജീവിക്കാനുള്ളത് അൽഹംദുലില്ലാഹ് ഉണ്ടാക്ക്, റാഹത്തോട്ട് ഉണ്ടാക്ക്. മതി മതി. നാളെ ഹിസാബ് പറഞ്ഞിരിക്കും. കണക്ക് ദുനിയാവിലും കാണിക്ക്, ആഖിറത്തിലും കാണിക്ക്. ഇപ്പൊ ഒരു ടെൻഷനില്ല, പ്രശ്നമില്ലാതെ ജീവിച്ചു പോവല്ലോ. എന്തിനാ ഈ പലിശയുമായിട്ട് ഹറാമായിട്ട് ബന്ധപ്പെടുന്ന? നല്ലതല്ല ഇബാദത്ത് എടുക്കുന്ന ആളുകളാണ് ഇവർ. ഈ അഹ്ലു സുഹത്ത് ഹറാമിന്റെ ഭക്ഷണവുമായിട്ട് ഇവർ ബന്ധപ്പെട്ടു പോകുന്നു. ഒന്ന് ഇബാദത്ത് സ്വീകരിക്കൂല, ദുആ സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ്, വലിയ ഹദീസ് പറഞ്ഞിരുന്നു. ആ ഹദീസ് പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ ഉപമിക്കുന്നു. ഒരാള് ഒരു ദീർഘദൂര യാത്ര ചെയ്ത് വരികയാണ് ഒരാള്. അദ്ദേഹത്തിന്റെ മുടിയൊക്കെ ഇങ്ങനെ ചടപിടിച്ച്, വസ്ത്രമൊക്കെ ഇങ്ങനെ അഴുക്കായി. ആ ദൂരെ ഒരു യാത്ര ചെയ്തു. യാത്രക്കാരന്റെ ദുആയ്ക്ക് വലിയ ഇജാബത്താണ്. യാത്രക്കാരന്റെ ദുആയ്ക്ക് വലിയ ഇജാബത്താണ്. അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തു വരുന്നു, ഭയങ്കരമായ യാത്ര. യാത്രയിൽ വന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, ഒരു ഇസ്മുൽ അഅ്ലമാണെന്ന് ഉലമാക്കൾ പറയുന്നു. ഈ പേര്, ഈ അല്ലാഹയെ വിളിക്കുന്ന യാ റബ്ബ് റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചിട്ടുള്ള ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്നാണ്. കാരണം ഖുർആനിൽ റബ്ബന 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 അങ്ങനെയാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചത്. റബ്ബന ലാ തുആഖിദ്ന, ربنا إننا سمعنا ربنا اغفر لنا ذنوبنا ربنا آتنا ربنا ظلمنا. ആ റബ്ബ് 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 എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ ആ വിളിക്ക് ഭയങ്കര ഉത്തരാണ്. കാരണം അവനാണ് നമ്മളെ സംരക്ഷിക്കുന്നവൻ, നമ്മുടെ ഉടമസ്ഥനവനാണ്. അതുകൊണ്ട് ആ പേരിട്ട് അവനെ വിളിക്കുമ്പോ അവന് വല്ലാത്ത സന്തോഷമാണ്. അങ്ങനെ ഒരു യാത്രക്കാരൻ മുഷിഞ്ഞ ശരീരവുമായി വേഷവിധാനത്തോടു കൂടി അവൻ അല്ലാഹയെ വിളിക്കുന്നു, യാ റബ്ബ് യാ റബ്ബ്. അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിനോട് അവൻ പറയുന്നു. പക്ഷേ അവന്റെ ദുആ സ്വീകരിക്കുന്നതിൽ നിന്ന് അല്ലാഹ് വിട്ടുനിൽക്കുന്നു. കാരണം എന്ത്? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലിദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ യാത്രക്കാരന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. പക്ഷേ അവന്റെ വിളി ആ വിളി അതാര് കണ്ടാലും അത് സ്വീകരിക്കുമെന്ന് കരുതും. പക്ഷെ അവന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാം, അവന്റെ ഉള്ളിൽ കിടക്കുന്ന ഭക്ഷണം ഹറാം, അവൻ കുടിച്ച വെള്ളം ഹറാം. അവന്റെ വാപ്പ അവന് ഹറാമിന്റെ ഭക്ഷണം കൊടുത്തിട്ടാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. എങ്ങനെ ഈ ദുആ സ്വീകരിക്കും? നോ, അത് ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. റിജക്റ്റഡ്. അടിച്ചു കമ്പ്യൂട്ടർ നോക്കുമ്പോ റിജക്റ്റഡ്, ചോപ്പ് കാണുന്നില്ല, വരുന്നില്ല, കിട്ടുന്നില്ല, റിജക്റ്റഡ്. ഒരു അപേക്ഷ കൊടുക്കുമ്പോ അപേക്ഷ കിട്ടിയോ ദുആയോടെ ദുആ റിജക്റ്റഡ് എന്ന് കാണിക്കുമ്പോ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ ദുആ സ്വീകരിക്കയില്ല. നീ ഏത് കോലത്തിൽ വരുന്ന അന്നൊക്കെ വിഷയമല്ല. അതുകൊണ്ട് അള്ളാഹു ആ ഒരു കോലത്തിൽ വരുന്നവന്റെ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് നമ്മള് ഹജ്ജിന് പോകുമ്പോ ഈ 2-3 ദിവസം ഈ വസ്ത്രം തന്നെ അത് മതി. അതാ അള്ളാഹ്ക്ക് വേണ്ടത്. ആ അഴുക്ക് പിടിക്കട്ടെ, പൊടിവടലത്തോടാകട്ടെ, അഴുക്ക് പിടിച്ച ഡ്രസ്സാകട്ടെ. നീ ഇവിടെ അല്ലേ നാഴിക്ക് 40 തൊട്ട് ഷേവിങ് ചെയ്ത് സ്പ്രൈ അടിച്ച് ക്രീമും പുരട്ടിയൊക്കെ നടക്കുന്നത്. അവിടെ വേണ്ട. നീ എണ്ണയും പുരട്ടണ്ട, നീ അത്തറും പുരട്ടണ്ട, നീ ഊതും പുരട്ടണ്ട, നീ വല്ലും തേക്കണ്ട. നീ വാ, നീ ഒന്നുകൂടി കൂടി ശുദ്ധിയായിട്ട് വാ. ആ വസ്ത്രമൊക്കെ അഴുക്കാകട്ടെ, നിന്റെ ശരീരമൊക്കെ അഴുക്കാകട്ടെ, വാ ചോദ്യം. അങ്ങനെ വാ, അങ്ങനെ ഒന്ന് ചോദിക്കും. ഒരു യാത്രക്കാരൻ അത്ര ക്ഷീണിതനാണെങ്കിലും അത്ര അഴുക്ക് പിടിച്ച വസ്ത്രമാണെങ്കിലും അവന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. പക്ഷെ അതിന് തടസ്സം എന്താ? കഴിച്ചത് ഹറാം, സമ്പാദിച്ചത് ഹറാം, വാപ്പ കൊടുത്തത് ഹറാം, അവന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് ഹറാം. ഫഅന്നാ യുസ്തജാബു ലിദാലിക. എങ്ങനെ ദുആ ഞാൻ സ്വീകരിക്കും? പറയ്. അതാണ് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എങ്ങനെ സ്വീകരിക്കും? നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഒന്ന് ജസ്റ്റ് ചിന്തിക്കണം. അല്ലാഹ് എന്റെ ദുആ എന്തുകൊണ്ട് നീ സ്വീകരിക്കുന്നില്ല? ചിന്തിക്ക്. വീടിന്റെ പ്രശ്നം ചിന്തിക്ക്, വാഹനത്തിന്റെ പ്രശ്നം ചിന്തിക്ക്, കടയ്ക്ക് പൈസ എടുത്ത് ചിന്തിക്ക്, മൊബൈൽ എടുത്ത് ചിന്തിക്ക്, കമ്പ്യൂട്ടർ എടുത്ത് ചിന്തിക്ക്, മക്കളെ പഠിപ്പിക്കാൻ ലോൺ എടുത്ത് ചിന്തിക്ക്, പണയം വെച്ചത് ചിന്തിക്ക്.
ചിന്തിക്ക്. ഹദീസ്, ഖുർആനായ വെറുതെ ഒരു വാക്കല്ല. പിന്നെ ബഹുമാനപ്പെട്ട ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ അമ്പിയാക്കൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പോയ ഒരു സംഭവം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയാം. ഈ വിഷയത്തിൽ കുറച്ച് കാര്യഗൗരവമായ രീതിയിൽ സംസാരിക്കേണ്ടതുണ്ട്. ടെൻഷൻ അടിക്കൊന്നും വേണ്ട, പരിഹാരം കാണണം. അല്ലാതെ ഇപ്പൊ എന്റെ മുന്നിൽ നിങ്ങൾ അടുത്ത ജുമാക്ക് അളിയ ആ വിഷയം തീർന്നോ അളിയ എന്നിട്ട് വരാന്ന് പറയും. കൂട്ടുകാരെ വിളിച്ചു ചോദിക്കും, എന്താ അളിയാത് തീർന്ന വേറെ സാധാ കബറിലെ കയറി അളിയാ മറ്റേ ഹൂർലിങ്ങൾ തുടങ്ങിയോ? എന്നാൽ ഞാൻ ആദ്യമേ 12 മണിക്ക് വന്നിരിക്കും. ഫസ്റ്റ് ടെൻഷൻ ഒന്നുമില്ല, കേട്ട് സൂചിച്ചിട്ട് പോവല്ലോ, ഒന്ന് അമൽ ചെയ്യാനില്ലല്ലോ. ഇതാവുമ്പം ഇപ്പൊ പോയാൽ നമുക്ക് ആകെ ടെൻഷൻ അടിക്കണം. അടിച്ച് പരിഹാരം കാണും. മരിക്കണ്ടേ? മരിക്കൂലെങ്കിൽ ഒക്കെ മരിക്കണ്ടേ എന്നാ റെഡി. അൽഹംദുലില്ലാ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. മരിച്ച് നാളെ ആഖിറത്തിൽ എത്തുമെന്ന് നിങ്ങൾക്ക് അല്പമെങ്കിലും നിങ്ങളുടെ കൽബിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യും. എനിക്കതേ പറയാനുള്ളൂ. അതാണ് ഈ ഉപദേശം എന്ന് പറയുന്നത്. അതിനാണ്. അല്ല എന്തെങ്കിലുമൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടും നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയമൊന്നും കളയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഈ ഹദീസുകളൊക്കെ കിടക്കുന്ന എന്തിനാണ്? ലക്ഷോപലക്ഷം ഹദീസുകളുണ്ട്. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം മരിക്കുന്നതിന് മുമ്പ് ഒന്ന് ആക്കി കൂട്ടിയിട്ട് പോകണം. ഒരു ദിവസം യാത്രയ്ക്ക് പോകണം. ആ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ആക്കി കൂട്ടണം. ഇടപാടും കാര്യങ്ങളൊക്കെ എഴുതിയോ? ഡയറി എല്ലാവരും സൂക്ഷിക്കും. വീട്ടില് ഒരു ഡയറി സൂക്ഷിക്കും. ഒരു വലിയൊരു ഡയറി എടുത്തു വെക്കി. 2025 ഒരെണ്ണം വരുമല്ലോ, എടുത്ത് വെച്ചിട്ട് മക്കളെ എനിക്ക് കൊടുക്കാനുള്ളത് ഇത്ര, കിട്ടാനുള്ളത് ഇത്ര, ഇന്ന സ്ഥലത്ത് ഇത്ര ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഇത്ര ഉണ്ട്, ഞാനങ്ങനെ മരിച്ചുപോയാൽ എന്റെ ഈ ബാധ്യതകളൊക്കെ നിങ്ങൾ തീർത്തോ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കി. മൊബൈലിലെല്ലാം ഫീഡ് ചെയ്ത് വാപ്പ ഞാൻ അയച്ചേരെ, അതൊന്നും നടക്കൂല. അതൊക്കെ മൊബൈൽ പോയപ്പോ അതൊക്കെ ഇതാകുമ്പോ അവിടെ ഇരുന്നോളൂ. പണ്ടത്തെ ഒക്കെ ഡയറി കുറിപ്പ് എന്നും പറഞ്ഞിട്ട് എഴുതി വെക്കുമല്ലോ, എഴുതി സൂക്ഷിച്ചു വെക്കി. എന്നിട്ട് മക്കളോട് പറയും, ഉപദേശിക്കും. ആഖിറത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. വല്ലാഹി സത്യം, ഞാൻ ഈ ദുനിയാവിന്റെ കാര്യത്തിലല്ല ഈ ചർച്ച ചെയ്തത്. ഞാനടക്കം ഭയപ്പെടുന്നു. നിങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഞാനാണ്. കാരണം നമ്മൾ നാളെ മരിച്ചു പോകേണ്ടവരാണ്. നാളെ ആഖിറത്തിൽ വരുമ്പോ ഈ പന്നിയുടെയും ഈ പട്ടിയുടെയും ഈ കുരങ്ങന്റെ ഒക്കെ കോലത്തിൽ വരേണ്ടവരല്ല. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, സുജൂദിന്റെ അടയാളത്തോടു കൂടി സന്തോഷത്തോടെ സുസ്മേരവദനന്മാരായി ഖബർ മുതൽ വാഹനത്തിൽ യാത്ര ചെയ്ത് സ്വർഗത്തിലെത്തണം. അതിനുള്ള പണിയെടുത്തിട്ടെങ്കിലും പറ്റുന്നത് പോലെ അല്ലാഹ് സൂക്ഷിക്കുക. അതേ പറയുന്നുള്ളൂ. 100% പറ്റൂല, 50% സൂക്ഷിച്ചൂടെ? 50%എങ്കിലും ഇടപാട് ക്ലിയർ ആക്കിയാൽ മതി. ഈ പലിശയ്ക്കുള്ള പൈസ എടുക്കലും കൊടുക്കലും വാങ്ങലും ഈ പരിപാടി നിർത്തിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ ബർക്കത്താണ്. അൽഹംദുലില്ലാ. പരിശ്രമിച്ചാൽ കിട്ടാത്ത കാര്യമില്ല. ഇപ്പൊ കിട്ടും ഈസി ആയിട്ട് ഇതൊക്കെ കിട്ടുന്നത് കൊണ്ടാണ്. അല്ലാതെ എന്ത് ചെയ്യാനാ ഉസ്താദെ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും ഉസ്താദെ? ഒരുത്തനും ചോദിച്ചത്. അതിനൊക്കെയാണ് ഈ മഹല്ലുകളിൽ ഈ കടം കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. ഓരോ മഹല്ലുകളിൽ പലിശരഹിത വായ്പ പദ്ധതിയൊക്കെ നമ്മൾ ഓരോ മഹല്ലുകളിൽ തുടങ്ങണം. സമ്പന്നന്മാരെ കൊണ്ട് പൈസ മേടിപ്പിക്കണം. അവരെ സ്വർണം മേടിച്ചു വെക്കണം. അവരും പറയും പൈസ മേടിച്ചുകൊണ്ടായി തിരിച്ചു തരൂല. സ്വർണം മേടിച്ചു വെക്കണം, സ്വർണം പരിഹാരമായിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ കടം കൊടുക്കണം, അത് കൊണ്ടുവരുമ്പോൾ തിരിച്ചു കൊടുക്കണം. റാഹത്തായി അങ്ങനെ ഒരു സംവിധാനം തുടങ്ങണം. മഹല്ലുകളിൽ ഓരോ ജമാഅത്തുകളും തുടങ്ങണം. അപ്പൊ ഈ പലിശയ്ക്കൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിയും. അപ്പൊ ചോദിക്കും, സൗദി അറേബ്യയിൽ മക്ക ഉള്ളിടത്ത് അവിടെ കൊടുക്കുന്നു. മക്കയും മദീനയും സൗദി രാജാവ് ചെയ്യുന്നൊന്നും അല്ല ദീൻ. അത് ആദ്യം പഠിച്ചോളി. അവിടെ വലിയ ഗാനമേള നടക്കുന്നുണ്ട്, നിങ്ങൾ നടത്തുവോ? അവിടെ വലിയ മറ്റേ ഷോ നടക്കുന്നുണ്ട്, നിങ്ങൾ നടത്തുവോ? അത് സൗദിയുടെ മണ്ണാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം എന്നൊക്കെ പറയുന്ന മണ്ണാണ്. നമ്മൾ നടത്തുവോ? നമ്മൾ അതല്ല. നമ്മുടെ അള്ളാഹ് പറഞ്ഞ ഒറ്റ വാക്ക്, റസൂലുള്ളാഹിലാണ് നിങ്ങളുടെ മാതൃക. അബൂബക്കറിലും അല്ല, മണക്കാട് ജമാഅത്തിലും അല്ല, മക്കക്കാരിലും അല്ല, മദീനക്കാരിലും അല്ല. നബി തങ്ങളുടെ വാക്കിലേക്ക് നോക്ക്. നബി എന്ത് പറഞ്ഞു? ധൈര്യമായിട്ട് ചെയ്തോളി. നബി പറഞ്ഞത് ധൈര്യമായിട്ട് ചെയ്തോളി. നാളെ അള്ളാഹ് പറയാൻ പഠിച്ചോളെ, അള്ളാഹ് റസൂൽ പറഞ്ഞാ ഞാൻ ചെയ്തത്. ധൈര്യമായിട്ട് നിനക്ക് രക്ഷപ്പെടാം. അല്ലാഹു രക്ഷപ്പെടാം. ബാക്കി അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ന്യൂനത വന്നോട്ട് ആഖിറത്തിൽ കിടന്ന് കൈകാലം പിടിക്കും. ആരാ പറഞ്ഞ? അവനെ വിളിച്ചോണ്ട് വന്ന എവിടെ പോയി നോക്കാനോ? ടവർ ഉണ്ടാ, മൊബൈൽ ഉണ്ടാ, റേഞ്ച് ഉണ്ടാ, എവിടെ പോയി നോക്കാനോ? നിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ചെയ്തു. അൽഹംദുലില്ലാ. തെളിവെന്താ? എടുക്ക്. നമ്മൾ പറഞ്ഞ ഓരോ വാക്ക് റഖീബ് അതീദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എടുക്ക്, പേപ്പർ എടുക്ക്. അവിടെ മുന്നിൽ വരും നമ്മുടെ ഫയല്, ക്യാഷ് ഷീറ്റ് നമ്മുടെ മുന്നിൽ വരും. വൈര് കറക്റ്റ് അതിലുണ്ടാവും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കുടുംബത്തിന്റെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ശ്രീനഗറിൽ നിന്ന് സാബു സംഭാവന ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച കിഴക്കേക്കോട്ടയിൽ വെച്ച് ബസ് അപകടത്തിൽ മരണമടഞ്ഞ ഉല്ലാസ് മുഹമ്മദിന് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ.
നമ്മുടെ ഖജാൻജിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് മർഹമത്ത് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപകടങ്ങൾ, ആപത്ത്, ബല, മുസീബത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ട് 14 വർഷം കഴിഞ്ഞ സിറാജുദ്ദീൻ സാഹിബിനോട് ദുആ ചെയ്യാൻ അള്ളാഹു പരിപൂർണമായി മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ഓപ്പറേഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന മുഹമ്മദ് ഫസിൽ എന്ന സഹോദരൻ അസുഖം ഭേദമാകാൻ അള്ളാഹുവെ നീ ആഫിയത്ത് കൊടുക്കണം. ഇതോടുകൂടി ആ രോഗം പൂർണ്ണമായി ഷിഫയാക്കണം. ഹലാലായ സന്താനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു കുടുംബം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളുടെ പാവങ്ങൾ പുറത്തു തരണേ അല്ലാഹ്, മാപ്പ് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് തെറ്റിൽ വീണ് കുടുങ്ങിക്കിടക്കുകയാണ് പടച്ചവനെ, ഞങ്ങളെ നീ കരകയറ്റണേ അല്ലാഹ്. ഈ ഇടപാടുകളും പ്രശ്നങ്ങളും ഒക്കെ തീരാതെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ പടച്ചവനെ. ഈ ബാധ്യതകളൊന്നും പൂർത്തീകരിക്കാൻ വേറെ ആരുമില്ല അല്ലാഹുവേ. ഞങ്ങളെ കൊണ്ട് തന്നെ ഇത് തീർത്തിട്ട് തൗബ ചെയ്ത് സന്തോഷത്തോടു കൂടി നിന്നെ വന്ന് കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ചവനെ, വലിയൊരു ബാധ്യതക്കാരനാക്കി നീ മരിപ്പിക്കല്ലേ പടച്ചവനെ. വലിയൊരു കുറ്റം ചെയ്തവനാക്കി നീ മരിപ്പിക്കല്ലേ പടച്ചവനെ. വലിയൊരു പാപിയായി മരിപ്പിക്കല്ലേ പടച്ചവൻ. അല്ലാഹ്, നീ പൊരുത്തം താ പടച്ചവനെ, മാപ്പ് താ പടച്ചവനെ, മഗ്ഫിറത്ത് താ പടച്ചവനെ, വിട്ടുവീഴ്ച ചെയ്യ പടച്ചവനെ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കാണണേ അല്ലാഹ്, പരിഹാരം കാണണേ അല്ലാഹ്, പരിഹാരം കാണണേ അല്ലാഹ്. ഞങ്ങളുടെ അവയവങ്ങളെ എല്ലാം ഹറാമുകളിൽ നിന്ന് സൂക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവെ, മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ, മഗ്ഫിറത്ത് കൊടുക്കണേ പടച്ചവനെ, മർഹമത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു, അവർ ചെയ്ത തെറ്റുകളെല്ലാം പൊരുത്തപ്പെടണേ റബ്ബേ. ആശുപത്രിയിൽ കഴിയുന്നവർക്ക് പൂർണ്ണ ആഫിയത്ത്, ആരോഗ്യ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. കുഞ്ഞു മക്കളടക്കമുള്ളവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ വിഷമിപ്പിക്കുന്ന, ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന മാരക രോഗങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ അഹിൽകാർക്കോ മക്കൾക്കോ കുഞ്ഞു മക്കൾക്കോ ഒന്നും നീ നൽകല്ലേ പടച്ച റബ്ബേ. പെട്ടെന്നുള്ള മരണം, ആപത്ത്, വിപത്ത്, ബലാ, മുസീബത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ റബ്ബേ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.